പ്രണയസഖി ഭാഗം 15. ചീറിപ്പാഞ്ഞു വന്ന അവളുടെ വണ്ടി പിന്നീട് വന്നു നിന്നത് അവൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിന് മുന്നിലാണ്. കാർ ലോക്ക് ചെയ്ത് ഒരുതരം ദേഷ്യത്തോടെയാണ് അവൾ അകത്തേക്ക് കയറി വന്നത്. വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ തന്നെ കണ്ടത് സോഫയിലിരുന്ന് ഫോണിൽ വീഡിയോ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന അവളുടെ അച്ഛനെയാണ്. അത് കണ്ടപ്പോൾ തന്നെ അവൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന ദേഷ്യം കൂടുതൽ ഇരട്ടിയായി. അച്ഛാ! അവൾ അയാൾക്ക് നേരെ അലറി. എന്താ? അയാൾ ഫോണിൽ നിന്നും കണ്ണു മാറ്റി അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ശിവയുടെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞതല്ലേ നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാനായിട്ട്. അതിന് ഞാനെന്ത് ചെയ്യാനാണ്? വെക്കേഷൻ സമയമായതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ബുക്കായിപ്പോയി. ഛേ! അവൾ കയ്യിലുണ്ടായിരുന്ന കാറിൻ്റെ കീ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലേക്ക് വലിച്ചെറിഞ്ഞു. അതിനിപ്പോൾ ഇത്ര ദേഷ്യപ്പെടാൻ മാത്രം എന്താ? നമ്മൾ നാട്ടിലേക്ക് പോവല്ലേ നാളെ തന്നെ, പിന്നെ എന്തിനാ ഈ ദേഷ്യം കാണിക്കുന്നത്? അയാൾ അവളുടെ അടുത്തേക്ക് വന്ന് സമാധാനത്തോടെ ചോദിച്ചു. എന്നിട്ടും അവൾക്ക് ദേഷ്യം അടങ്ങുന്നുണ്ടായിരുന്നില്ല. അവൾ കത്തുന്ന കണ്ണുകളോടെ അയാളെ തിരിഞ്ഞു നോക്കി. നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ എന്ത് ചെയ്യാനാണ്? ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടാതിരിക്കുന്നത് എൻ്റെ കുഴപ്പമല്ലല്ലോ. ഇങ്ങനെ സ്വയം ന്യായീകരിച്ചിരുന്നാൽ മതി, എല്ലാം ആയല്ലോ. ഇതിനു മാത്രം ദേഷ്യം കാണിക്കാൻ ഇപ്പോൾ എന്താ ഉണ്ടായത് ഇഷ? അവൾ വീണ്ടും ദേഷ്യത്തോടെ പറഞ്ഞതും അയാൾ തിരികെ ചോദിച്ചു. ശിവയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര മാസമായി? 2 മാസത്തോളമായി. ഈ സമയം കൊണ്ട് തന്നെ അവൾ അവനെ വശീകരിച്ചെടുത്തിട്ടുണ്ടാകും. അവൾ ദേഷ്യത്തോടെ പറയുന്നത് കേട്ടതും അയാൾക്ക് ചിരി വന്നു. അതിന് അവൻ അവളെ പ്രേമിച്ച് കെട്ടിയതൊന്നും അല്ലല്ലോ, തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി കെട്ടിയതല്ലേ. അങ്ങനെയുള്ളപ്പോൾ അവൾ ഒരിക്കലും അവനെ അംഗീകരിക്കാൻ പോകുന്നില്ല. അയാൾ അങ്ങനെ പറഞ്ഞതും അവളുടെ മനസ്സിൽ അല്പം ആശ്വാസം വന്നു നിറഞ്ഞു. കളപ്പുരയ്ക്കൽ തറവാട്. കേശവദേവിനും ഭാര്യ ഭാരതിക്കും 3 മക്കൾ. മൂത്തവൻ മോഹൻ, ഭാര്യ രേഖ, ഒരേ ഒരു മകൻ ശിവദേവ് മോഹൻ. രണ്ടാമത്തേത് മാധവൻ, ഭാര്യ സീത, മക്കളില്ല. ഇളയത് മായ, ഭർത്താവ് സതീശൻ, ഒരേ ഒരു മകൾ ഇഷാനി. മോഹനും മാധവനും കളപ്പുരയ്ക്കൽ തറവാടിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ നോക്കി നടത്തുകയാണ്. അതിൽ ഹോസ്പിറ്റൽ, ടെക്സ്റ്റൈൽസ്, എക്സ്പോർട്ടിംഗ് കമ്പനി, അങ്ങനെ എല്ലാമുണ്ട്. സതീശൻ വിദേശത്ത് സൂപ്പർ മാർക്കറ്റ് നടത്തുകയാണ്. മായയുമായിട്ടുള്ള വിവാഹശേഷം സതീശൻ അവരെയും കൊണ്ട് അങ്ങോട്ടേക്ക് പോയി. പക്ഷേ 3 വർഷത്തിന് മുൻപ് അവിടെ വെച്ചുണ്ടായ ഒരു കാർ അപകടത്തിൽ മായ മരിച്ചിരുന്നു. മകളുടെ മരണം അറിഞ്ഞുള്ള വേദനയിൽ ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ രൂപത്തിൽ കേശവദേവ് വിട പറഞ്ഞു. അങ്ങനെ 2 വർഷത്തിന് ശേഷം ഇന്നാണ് ഇഷാനിയും സതീശനും നാട്ടിലേക്ക് വരുന്നത്. വരവിൻ്റെ പിന്നിലെ ലക്ഷ്യം തന്നെ ശിവ മാത്രമാണ്. അവരുടെ കാറ് നേരെ വന്ന് നിന്നത് കളപ്പുരയ്ക്കൽ തറവാടിൻ്റെ മുന്നിലാണ്. കാറിൻ്റെ ശബ്ദം കേട്ടതും വീട്ടിലെ എല്ലാവരും പുറത്തേക്കിറങ്ങി വന്നു. ഇഷയെ കണ്ടതും എല്ലാവരും വന്നവളെ പുണർന്നു. യാത്രയൊക്കെ സുഖമായിരുന്നോ? സുഖമായിരുന്നു വല്യമ്മാവ. മോഹൻ ചോദിച്ചതും അവളൊരു പുഞ്ചിരിയോടുകൂടെ തന്നെ തിരികെ പറഞ്ഞു. ക്ലബിലിരുന്ന് മിഥുനോട് സംസാരിക്കുകയാണ് ശിവ. ഇഷയും സതീശനങ്ങളും വന്നിട്ടുണ്ട്. എപ്പോൾ വന്നു? ഇന്ന് രാവിലെ. എടാ, അവൾ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? വർണ്ണയെ ഇനി സൂക്ഷിക്കണം. കൊല്ലാൻ പോലും മടിയില്ലാത്തവരാണ് നിന്റെ വീട്ടിലെ എല്ലാവരും. അല്പം ഭയത്തോടെയുള്ള മിഥുൻ്റെ സംസാരത്തിൽ ശിവയൊന്ന് പുച്ഛത്തോടെ ചിരിച്ചു. അവളും അവളുടെ തന്തയും മിക്കവാറും നാളെ തന്നെ കൈലാസത്തിലേക്ക് വരും. വരട്ടെ, എന്നിട്ട് വേണം ബാക്കി എനിക്ക് കാണിച്ചു കൊടുക്കാനായിട്ട്. നീ എന്താ ഉദ്ദേശിക്കുന്നത്? പറയാം. അവളെന്തായാലും ഞാനും വർണ്ണയും തമ്മിൽ അത്ര ചേർച്ചയിലല്ല എന്നാവും കരുതിയിരിക്കുക. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഈ 2 വർഷം കൊണ്ട് കുഴിച്ചു മൂടിയതെല്ലാം ശിവ പുറത്തെടുത്തിട്ടുണ്ടെന്ന് കളപ്പുരയ്ക്കിലുള്ള ഒരാൾക്കും അറിയില്ല. ഇനി ആരാണ് പൊന്നുവിനെ അങ്ങനെ ചെയ്തത് എന്ന് മാത്രമാണ് അറിയാനുള്ളത്. അതുകൂടി അറിഞ്ഞാൽ പിന്നെ അവൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. പകയോടെ പറയുന്ന ശിവയെ മിഥുൻ ഉറ്റുനോക്കി. നീ വല്ലാതെ മാറിപ്പോയിരിക്കുന്നു ശിവ. ഇടറിയ ശബ്ദത്തിൽ മിഥുൻ പറയുമ്പോൾ ശിവ അതിനെ എതിർത്തില്ല. മാറിയതല്ല മിഥു, മാറ്റിയത്. അവൻ പറഞ്ഞതിലുള്ള വേദന മിഥുന് മനസ്സിലായി. ഞാൻ ഇറങ്ങട്ടെ, അവളവിടെ ഒറ്റയ്ക്കാണ്. ധൃതിയിൽ പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുന്നവനെ മിഥുൻ ഒരു കള്ളച്ചിരിയോടെ നോക്കി. മഞ്ഞ് ഉരുകി തുടങ്ങിയോ? മിഥുൻ ചോദിച്ചതും ശിവ മറുപടി ഒരു പുഞ്ചിരിയിലൊതുക്കി വണ്ടിയെടുത്തു പോയി. വീട്ടിലേക്ക് കയറിയ ശിവ പതിവ് പോലെ ആദ്യം അന്വേഷിച്ചത് വർണ്ണയെ തന്നെയാണ്. നോക്കുമ്പോൾ അടുക്കളയിൽ നിൽക്കുകയാണ് ആള്. വർണ്ണ. തിരിഞ്ഞു നിൽക്കുകയായിരുന്ന അവള് അവൻ വന്നതൊന്നും അറിഞ്ഞിട്ടില്ല. അവൻ വിളിച്ചതും അവൾ അവനെ തിരിഞ്ഞു നോക്കി. ഒരു കാര്യം പറയാനുണ്ട്. എന്താ? നാളെ ഒരു ഗസ്റ്റ് വരും, അപ്പോൾ ഫുഡ് കുറച്ചധികം ഉണ്ടാക്കണം. അവൾ അതിന് സമ്മതം എന്ന രീതിയിൽ തലയാട്ടി. പിന്നെയും എന്തൊക്കെയോ കാര്യങ്ങൾ അവൻ അവളോട് പറയണം എന്നുണ്ടായിരുന്നു, പക്ഷേ പറഞ്ഞില്ല. രാവിലെ ഉണർന്നത് മുതൽ ആരെയോ പ്രതീക്ഷിച്ചെന്നതുപോലെ ഇരിക്കുകയാണ് ശിവ. അവൻ ഇന്നലെ പറഞ്ഞതുകൊണ്ട് തന്നെ വർണ്ണ ഫുഡെല്ലാം നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചു. രാവിലെ ഒരു 11 മണിയായപ്പോഴേക്കും കൈലാസത്തിൻ്റെ മുന്നിലേക്ക് ഒരു കാറ് വന്ന് നിന്നു. പ്രതീക്ഷിച്ചതായിരുന്നത് കൊണ്ട് തന്നെ ശിവ ഒരു പുഞ്ചിരിയോടെ മുറ്റത്തേക്കിറങ്ങി. ശിവ എന്ന് വിളിച്ച് ഇഷാനി ഓടി വന്ന് ശിവയെ പുണർന്നു. എപ്പോൾ എത്തി? ഇന്നലെ രാവിലെ എത്തി. പിന്നെ ഇന്നലെ ക്ഷീണം ഉണ്ടായിരുന്നത് കൊണ്ട് ഇന്നലെ ഫുൾ അങ്ങോട്ട് റെസ്റ്റ് എടുത്തു.
ഇന്ന് രാവിലെ തന്നെ നിന്നെ കാണാൻ ഇങ്ങോട്ട് പോന്നു. സതീശൻ അങ്കിള് വന്നില്ലേ? ഇങ്ങോട്ട് വന്നില്ല, തറവാട്ടിലുണ്ട്. അകത്തേക്ക് വാ. അതവിടെ നിൽക്കട്ടെ. എവിടെ നിന്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഭാര്യ? അവൾ അടുക്കളയിലുണ്ടാകും. വലിയ താല്പര്യമില്ല എന്ന മട്ടിൽ ശിവ പറഞ്ഞു. ഹാളിലേക്ക് വന്നിരുന്നപ്പോൾ തന്നെ നല്ല വൃത്തിയായി വെച്ചിരിക്കുന്ന വീട് മുഴുവൻ ഇഷാനി ഒന്ന് നോക്കി. വീടൊക്കെ നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ അവൾ ചെയ്യുന്നതാണ്. അപ്പോഴേക്കും ഹാളിൽ നിന്നുമുള്ള സംസാരം വർണ്ണ കേട്ടിരുന്നു. അടുക്കളയിലിരുന്ന് നോക്കിയപ്പോൾ തന്നെ ശിവയെയും കൂടെയിരിക്കുന്ന ഒരു പെൺകുട്ടിയെയും വർണ്ണ കണ്ടു. 2 ഗ്ലാസ്സിലേക്കായി ഉണ്ടാക്കി വെച്ചിരുന്ന ജ്യൂസുമായിട്ട് വർണ്ണ ഹാളിലേക്ക് നടന്നു. വർണ്ണയെ കണ്ടതും ഇഷാനിയുടെ കണ്ണുകൾ ഒന്ന് ചുരുങ്ങി. അവളുടെ സൗന്ദര്യത്തിന് മുന്നിൽ തൻ്റെ സൗന്ദര്യം ഒന്നുമല്ല എന്ന് തോന്നിപ്പോയി അവൾക്ക്. വെറുതെ ഒരു ചുരിദാർ മാത്രമാണ് അവളുടെ വേഷം. കഴുത്തിൽ നിറം മങ്ങിയ ഒരു താലിച്ചരടും. ജ്യൂസ് കൊണ്ടുവന്ന് അവൾ സോഫയുടെ മുന്നിലായുള്ള ടീപ്പോയിൽ വെച്ചു. എന്താടി, നിനക്ക് ഞങ്ങളുടെ കയ്യിലേക്ക് അത് തരാൻ പറ്റില്ലേ? ദേഷ്യത്തോടെയും അല്പം പുച്ഛത്തോടെയും അവൾ ചോദിച്ചതും വർണ്ണയാകെ ഇല്ലാതെയായിപ്പോയി. അവളുടെ നോട്ടം പോയത് ശിവയിലേക്കാണ്. അവനും അവളെ തന്നെ നോക്കിയിരിക്കുകയാണ്. അവൾ അതിൽ നിന്നും ഒരു ജ്യൂസ് എടുത്ത് ഇഷാനിക്ക് നേരെ നീട്ടി. ഒരെണ്ണം ശിവയ്ക്ക് നേരെയും. ഇനി പോകാൻ നോക്ക്. വീണ്ടും അവിടെ തന്നെ നിൽക്കാനൊരുങ്ങിയ വർണ്ണയെ ഇഷാനി പറഞ്ഞു വിട്ടു. ശിവ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിലും ഒന്നും പറഞ്ഞില്ല. ഹാളിലിരുന്നില്ല എങ്കിലും അവരുടെ സംസാരമെല്ലാം വർണ്ണ കേൾക്കുന്നുണ്ട്. എങ്കിലും അങ്ങോട്ട് പിന്നീട് നോക്കാൻ പോയില്ല. ഉച്ചയ്ക്കുള്ള ഭക്ഷണവും കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഇഷാനി തിരികെ ഇറങ്ങിയത്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോഴും ശിവ വർണ്ണയെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചില്ല. അത് അവളുടെ ഉള്ളിലൊരു നോവായി മാറിയിട്ടുണ്ട്. ഇഷാനിക്ക് ശിവയോടുള്ള പെരുമാറ്റത്തിൽ എന്തോ പന്തികേട് വർണ്ണയ്ക്ക് തോന്നാതിരുന്നില്ല. ഇഷാനി പോകാനിറങ്ങാൻ നേരം അടുക്കളയിൽ നിന്ന് ഇറങ്ങി വന്ന വർണ്ണ കാണുന്നത് ശിവയെ കെട്ടിപ്പിടിച്ച് കവിളിൽ ചുംബിക്കുന്ന ഇഷാനിയെയാണ്. അത് കണ്ടതും നെഞ്ചിൽ അവൾക്ക് വല്ലാത്തൊരു ഭാരം തോന്നി. വാശിയോടെ അവനെ പുണർന്നുകൊണ്ട് അവൻ തൻ്റേതാണെന്ന് പറയാൻ മനസ്സിലിരുന്നാരോ പറയും പോലെ. ഇഷാനി അങ്ങനെ ചെയ്തു കഴിഞ്ഞ് ശിവ നേരെ നോക്കിയത് വർണ്ണയുടെ മുഖത്തേക്കാണ്. അവളുടെ കണ്ണുകൾ ഒന്ന് കലങ്ങിയിരുന്നത് അവൻ ശ്രദ്ധിച്ചു. അത് കണ്ടതും അവൻ്റെ നെഞ്ചിലും ഒരു നോവുണർന്നു. ശിവയോട് യാത്ര പറഞ്ഞ് ഇഷാനി മടങ്ങി. അകത്തേക്ക് കയറിയ ശിവ വർണ്ണയെ അന്വേഷിച്ചു. മുറിയിലിരിക്കുന്നുണ്ട്. അവൻ അവളുടെ അടുത്തേക്ക് വന്നു. വർണ്ണ. അവൻ അവളെ വിളിച്ചപ്പോഴാണ് അവൻ വന്ന കാര്യം അവൾ അറിഞ്ഞത്. നിറഞ്ഞിരുന്ന കണ്ണുകൾ ഒന്ന് അമർത്തി തുടച്ച് അവൾ എഴുന്നേറ്റ് നിന്നു. താൻ കരയുവാണോ? അല്ല, പതിഞ്ഞ ശബ്ദത്തിൽ അവൾ മറുപടി കൊടുത്തു. അത് എൻ്റെ അമ്മായിയുടെ മകളാണ്. പേര് ഇഷാനി. ഐ എം സോറി. അവൾ തന്നോട് അങ്ങനെയൊക്കെ പെരുമാറുന്നു ഞാൻ കരുതിയില്ല. ഇറ്റ്സ് ഓക്കെ. ആദ്യമായിട്ടാണ് ശിവ അവളോട് സോറി പറയുന്നത്. അതുകൊണ്ട് തന്നെ അവൾ അതത്ര കാര്യമാക്കിയില്ല. അതെ. തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങി അവനെ അവൾ വീണ്ടും വിളിച്ചു. നാളെ ഞാൻ എൻ്റെ വീട് വരെ ഒന്ന് പൊയ്ക്കോട്ടെ? എന്തിനാണ്? പെട്ടെന്ന് തന്നെ അവൻ്റെ ശബ്ദം ഗൗരവത്തിലായി. എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ എടുക്കാനാണ്. ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കേണ്ടല്ലോ, ഒരു ജോലി നോക്കാമെന്ന് കരുതി. പതിഞ്ഞ ശബ്ദത്തിൽ അവൾ എങ്ങനെയോ അവനോട് പറഞ്ഞൊപ്പിച്ചു. അപ്പോൾ നീ ജോലിക്ക് പോയാൽ ഇവിടെയുള്ള ജോലിയൊക്കെ ആര് ചെയ്യും? ഞാൻ തന്നെ ചെയ്യാം. ഇവിടെയെല്ലാം ചെയ്തിട്ട് ഞാൻ ജോലിക്ക് പോകാം. നീ വീട്ടിലേക്കൊന്നും പോകണ്ട, ഞാൻ പോയി വാങ്ങിച്ചു തരാം. ഇത്ര നാളായിട്ടും അവിടെ നിന്ന് ആരും നിന്നെ അന്വേഷിച്ചൊരു ഫോൺ കോൾ പോലും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളൊരിടത്തേക്ക് നീ ഇനി പോകണ്ട. ഗൗരവത്തോടെ തന്നെ പറഞ്ഞ് അവൻ തിരിഞ്ഞു നടന്നു. ആ സമയം പ്രതീക്ഷിച്ചിരുന്നത് പോലെ അവൻ തന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ലല്ലോ എന്ന ആശ്വാസമായിരുന്നു വർണ്ണയിൽ നിറയെ. പിറ്റേ ദിവസം തന്നെ ശിവ അവളുടെ വീട്ടിൽ പോയി അവളുടെ സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്തോണ്ട് വന്നു. കൂടെ അവളുടെ ഫോണും. ഫോൺ അവളായിട്ട് തന്നെ അധ്വാനിച്ച് വാങ്ങിയതാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ശിവ അതും കൊണ്ടുവന്നത്. മോനെ. സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്ത് പുറത്തേക്കിറങ്ങിയ ശിവയെ പിന്നിൽ നിന്നും മുത്തശ്ശി വിളിച്ചു. അവൻ തിരിഞ്ഞു നോക്കി. മുത്തശ്ശിയാണെന്ന് കണ്ടതും അവൻ ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചു. കുഞ്ഞിക്ക് അവിടെ സുഖമാണോ? മുത്തശ്ശി ചോദിച്ചതും അവൻ സംശയത്തോടെ ഒന്ന് പുരികം ചുളിച്ചു. എൻ്റെ മോൾക്ക് അവിടെ സുഖമാണോ എന്ന് ചോദിച്ചതാണ്. ആ, വർണ്ണ സുഖമായിട്ടിരിക്കുന്നു. തിരക്കില്ലാത്തൊരു ദിവസം രണ്ടുപേരും കൂടി ഒരുമിച്ച് തന്നെ വന്നൊന്ന് കാണണം. എൻ്റെ കുഞ്ഞിനെ കാണാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഇവിടുന്ന് ഇവരാരും അങ്ങോട്ട് വരാൻ സമ്മതിക്കുന്നില്ല. വിതുമ്പലോടെ പറയുന്ന മുത്തശ്ശിയെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്നവൻ അറിയില്ലായിരുന്നു. ഞങ്ങളൊരു ദിവസം വരാം മുത്തശ്ശി. ചെറിയൊരു പുഞ്ചിരിയോടെ മുത്തശ്ശിയോട് പറഞ്ഞ് അവൻ പുറത്തേക്കിറങ്ങി. വരുന്ന വഴിക്ക് അവൻ കാറ് നേരെ ഒരു ജ്വല്ലറി ഷോപ്പിലേക്ക് കയറ്റി. അവൻ ഒറ്റയ്ക്കാണ്. KM ജ്വല്ലേഴ്സ്. കടയിലേക്ക് അവൻ കയറി ചെന്നു. നോക്കുമ്പോൾ മുന്നിൽ തന്നെ ഇരിക്കുന്നത് തനിക്ക് പരിചിതമായ മുഖം. അവനെ കണ്ടതും അയാളുടെ മുഖം ഒന്ന് കനത്തു. മിസ്റ്റർ ശിവദേവൻ എന്താ ഇവിടെ കാര്യം? ഗൗരവത്തോടെ തന്നെ അയാൾ അവനോട് ചോദിച്ചു. അതോ, ഇവിടെ ഫ്രീ ആയിട്ട് പലചരക്ക് കിട്ടുമെന്ന് കേട്ടു. അപ്പോൾ അത് വാങ്ങാമെന്ന് കരുതി വന്നതാണ്. പരിഹാസ ചുവയോടെ അവൻ തിരികെ പറഞ്ഞു. അത് അവിടെയുണ്ടായിരുന്ന 1-2 സ്റ്റാഫ് കേട്ട് അവരും ചിരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ മുന്നിൽ അയാളാകെ ചൂളിപ്പോയി. കളപ്പുരയ്ക്കൽ മോഹനെ എതിർത്ത് സംസാരിക്കാൻ മാത്രം വളർന്നോ നീ? വളർന്നു. അവനും എതിർത്ത് പറഞ്ഞു. അയാൾ അവനെ ദേഷ്യത്തോടെ നോക്കി.
ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനോടൊക്കെ എങ്ങനെ മര്യാദയ്ക്ക് ബിഹേവ് ചെയ്യണമെന്ന് സമയം കിട്ടുമ്പോൾ ഒന്ന് മുതലാളിക്ക് പറഞ്ഞു കൊടുക്ക്. അടുത്തായി നിൽക്കുന്ന സ്റ്റാഫിനോടെന്ന പോലെ പറഞ്ഞ് അവൻ മുന്നിലേക്ക് നടന്നു. ഒരു താലി ഇടാൻ പറ്റിയ ചെയിൻ വേണം. അവിടെ നിന്നിരുന്ന സ്റ്റാഫിനോട് അവൻ ചോദിച്ചു. അവർ ഓരോന്നായി എടുത്തു കാണിച്ചു. 2 മാലകൾ അവൻ അവൾക്കായി വാങ്ങി. ഒരെണ്ണം ചെറുതും ഒരെണ്ണം അല്പം വലുതും. കൂടെ 2 വളകളും മോതിരവും കമ്മലും അങ്ങനെ കുറച്ച് ആഭരണങ്ങൾ വേറെയും വാങ്ങി. എല്ലാം കഴിഞ്ഞ് ബില്ല് കൊടുക്കാൻ നേരം അല്പം പുച്ഛത്തോടെ തന്നെയാണ് അവൻ മോഹനെ നോക്കിയത്. അയാളും അവനെ കൽപ്പിച്ചു നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ അവൻ പുറത്തേക്ക് നടന്നു. ഇതൊക്കെ വാങ്ങിയെങ്കിലും ഇത് അവൾക്കെങ്ങനെ കൊടുക്കാനാണ്? വീട്ടിലേക്ക് പോകുന്നത് വഴി അവൻ്റെ ചിന്ത മുഴുവൻ അതായിരുന്നു. വീട്ടിലെത്തി അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ വർണ്ണ അവൻ്റെ നേർക്ക് നടന്നു വന്നു. പ്രതീക്ഷയോടെ തന്നെ നോക്കി നിൽക്കുന്ന അവളുടെ കയ്യിലേക്ക് സർട്ടിഫിക്കറ്റ് എല്ലാം അവൻ കൊടുത്തു. സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ അവളുടെ മുഖത്തുണ്ടായ സന്തോഷം കണ്ട് അവൻ്റെ മനസ്സിലും സന്തോഷമായി. നേരത്തെ ജോലിക്ക് പോയിരുന്ന സ്ഥലത്ത് തന്നെ പോകാനാണോ? അവൻ ചോദിച്ചതും അവൾ തലതാഴ്ത്തി കളഞ്ഞു. അവിടെ ഇനി ജോലി കിട്ടില്ല. അതെന്താ? നിങ്ങൾ അന്ന് അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയില്ലേ? അന്ന് തന്നെ എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. അവൾ പറയുന്നത് കേട്ടതും അവൻ്റെ ഓർമ്മ അന്നത്തെ ദിവസത്തിലേക്ക് പോയി. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ തന്നെ വരാം കേട്ടോ. ബൈ.